കണ്ണൂർ കൈതപ്പുറത്ത് 49കാരൻ വെടിയേറ്റ് മരിച്ച സംഭവം നമ്മളെ കുറച്ചൊന്ന് ഞെട്ടിച്ച സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ ചുരുളഴിക്കാൻ, ഈ ഒരു കൊലപാതകത്തിൻ്റെ ചുരുളഴിക്കാനാണ് പോലീസിൻ്റെ ശ്രമം. പ്രതി സന്തോഷിനെ ഇന്ന് വിശദമായി തന്നെ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. കൊലയ്ക്ക് ഉപയോഗിച്ച തോക്ക് കണ്ടെത്താനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. അതേസമയം കൊല്ലപ്പെട്ട രാധാകൃഷ്ണനെ സന്തോഷ് നേരത്തെയും ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. സന്തോഷിനെതിരെ രാധാകൃഷ്ണൻ പോലീസിൽ പരാതി നൽകിയിരുന്നു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇപ്പോൾ നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് കണ്ടെത്തലുകൾ, പോലീസ് നിഗമനങ്ങൾ എന്തൊക്കെയാണ്? എന്തായിരുന്നു ഈ കൊലയ്ക്കുള്ള മോട്ടീവ് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം നിഖിലാണ് ചേർന്നത് കണ്ണൂരിൽ നിന്ന്. നിഖിൽ, ഗുഡ് മോർണിംഗ്. ഈ രാധാകൃഷ്ണൻ പണി നടക്കുന്ന വീട്ടിൽ പതിവായി എത്തുന്ന സമയമൊക്കെ മനസ്സിലാക്കി തോക്കുമായി എത്തി പ്രതി കൃത്യം മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയെന്നാണ് നിലവിലെ പോലീസ് നിഗമനം. പക്ഷേ അപ്പോഴും എന്തായിരുന്നു മോട്ടീവ് എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. അപ്പോൾ പോലീസ് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒപ്പം ഈ രാധാകൃഷ്ണന്റെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങളും ഇന്നാണല്ലോ. സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. ഞാൻ ഏതായാലും ഈ കൊലപാതകം നടന്ന ആ വീടിന്റെ നിർമ്മാണത്തിലിരിക്കുന്ന രാധാകൃഷ്ണന്റെ ഭാര്യ മാതാവിന് വേണ്ടി നിർമ്മിക്കുന്ന വീടിന് മുന്നിലാണ് ഉള്ളത്. രാധാകൃഷ്ണന്റെ ചോദ്യം ചെയ്യൽ, വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് ഇന്ന് കടക്കും. കാരണം ഇന്നലെ രാത്രി ഇയാൾ മദ്യലഹരിയിലായിരുന്നതിനാൽ തന്നെ ഇയാളിൽ നിന്ന് കൃത്യമായി വിവരങ്ങൾ ചോദിച്ചറിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് തന്നെയാണ് കടക്കുന്നത്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ ആയുധം കണ്ടെത്തുന്നതിനുള്ള പരിശോധന നടത്തുക എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇന്ന് തന്നെ ഈ സന്തോഷിൽ നിന്ന് തന്നെ ഒരുപക്ഷെ പോലീസ് ആ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് ആയുധം കണ്ടെത്താനുള്ള ശ്രമങ്ങളും നടക്കും. നമ്മൾ ഈ കാണുന്ന വീടിന്റെ ആ സെൻട്രൽ ഹാളിൽ വെച്ചാണ് ഇത്തരത്തിൽ ഇന്നലെ വൈകിട്ട് 7:30 രാധാകൃഷ്ണനെ സന്തോഷ് വെടിവെച്ച് കൊല്ലുന്നത്. പോയിന്റ് ബ്ലാങ്കിൽ മുഖാമുഖം നിന്ന് വെടിവെച്ച് ആണ് കൊലപ്പെടുത്തിയത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ തോക്കുമായി എത്തി നേരത്തെ ഈ വീട്ടിനകത്ത്, ഈ നിർമ്മാണം നടക്കുന്ന വീട്ടിനകത്ത് സന്തോഷ് ഉണ്ടായിരുന്നു. ഈ വീടിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ചുമർ കെട്ടുന്ന ജോലി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് നനയ്ക്കുന്നതിനും മറ്റുമായിട്ടാണ് രാധാകൃഷ്ണൻ ഇവിടേക്ക് എത്തിയത്. ആ സമയത്തായിരുന്നു വെടിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ വീടിന്റെ കരാറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നതിനപ്പുറത്തേക്ക് ചില വ്യക്തി വൈരാഗ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ വ്യക്തി വൈരാഗ്യം തന്നെയാണ് ഈ കൊലയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് അത്തരത്തിൽ ഉള്ള വിവരങ്ങൾ തന്നെ ലഭിക്കുന്നത്. മാത്രമല്ല ഈ സന്തോഷും രാധാകൃഷ്ണന്റെ ഭാര്യയും സഹപാഠികളായിരുന്നു എന്നൊരു വിവരം കൂടി പോലീസിന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി ഈ കൊലയ്ക്ക് കാരണമായിട്ടുണ്ട്, വ്യക്തിവൈരാഗ്യത്തിന് കാരണമായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. നമുക്ക് നാട്ടുകാരിൽ നിന്നൊക്കെ മനസ്സിലാകുന്നതനുസരിച്ചാണെങ്കിൽ ഈ വീട്ടിൽ വെച്ച് ഇത്തരത്തിൽ കൊലപാതകം നടക്കുന്നു, വെടിവെക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിനുശേഷം ഇവിടെ നിന്ന് ഈ സന്തോഷ് പോകുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇവിടെ നിന്ന് പോയതിനു ശേഷം ഈ വീടിന്റെ പിറകുവശത്തേക്കുള്ള ഭാഗത്തേക്കാണ് പോയത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്നാൽ പിന്നീട് ഇയാൾ മരിച്ചു. അതിനൊപ്പം തന്നെ ഈ ഒരു സംശയം, ഈ പോലീസിൽ നേരത്തെ തന്നെ രാധാകൃഷ്ണൻ സന്തോഷിനെതിരെ പരാതിപ്പെട്ടിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ എന്തായിരുന്നു ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നോ? അങ്ങനെ എന്തെങ്കിലും ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ പരാതി നൽകിയിട്ടുണ്ടാവുക. അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ കൂടി വരുന്നുണ്ടോ? സേതുലക്ഷ്മി, അത്തരത്തിൽ ചില പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അത് സാമ്പത്തികമായ പ്രശ്നങ്ങൾക്കപ്പുറത്തേക്ക് വ്യക്തിപരമായ പ്രശ്നങ്ങളായിരുന്നു എന്നാണ് പ്രാഥമികമായി നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലീസിന് ലഭിച്ചിരിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത് ഈ രാധാകൃഷ്ണന്റെ ഭാര്യയും ഒപ്പം തന്നെ സന്തോഷും അവർ സഹപാഠികളായിരുന്നു എന്നൊരു വിവരം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ചില കുടുംബ പ്രശ്നങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുള്ള ചില പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ വീടിന്റെ കരാറുമായി ബന്ധപ്പെട്ടും ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. തുടക്കത്തിൽ ഈ വീടിന്റെ നിർമ്മാണ കരാർ നൽകിയിരുന്നത് സന്തോഷിനായിരുന്നു. പിന്നീട് സന്തോഷിനെ അതിൽ നിന്ന് ഒഴിവാക്കി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതൊക്കെയായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് പോലീസിൽ രാധാകൃഷ്ണൻ ഈ സന്തോഷിനെതിരെ പരാതി നൽകുന്നത്. ആ പരാതിയിൽ പക്ഷേ പോലീസിനോട് പിന്നീട് രാധാകൃഷ്ണൻ തന്നെയാണ് പറയുന്നത് ഇക്കാര്യങ്ങൾ തങ്ങൾ പറഞ്ഞ് പരിഹരിച്ചു എന്ന്. പിന്നീട് പ്രശ്നങ്ങൾ അവസാനിച്ചു എന്ന നിലയിലേക്കായിരുന്നു പോയിരുന്നത്. പക്ഷേ സന്തോഷിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷിന്റെ മനസ്സിൽ ഇക്കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതൊരു പകയായി വളർന്നിരുന്നു. ആ
പല ഘട്ടങ്ങളിലും ഇത്തരത്തിൽ താൻ ഇങ്ങനൊരു കൃത്യം നിർവഹിക്കാൻ പോകുന്നു എന്ന സൂചന നൽകിക്കൊണ്ട് ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ ഇടുന്ന ഒരു സ്വഭാവം ഈ സന്തോഷിനുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. ഇന്നലെ ഈ കൊലപാതകം നടത്തുന്നതിന് ഒന്നോ രണ്ടോ മണിക്കൂറുകൾക്ക് മുന്നേ ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് ഇടുകയും ചെയ്തിട്ടുണ്ട്. അത് ഒരു തോക്ക് പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യം പറയുന്നത്. ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ തന്നെ ആയിരുന്നു അത്. ഇത് കൊള്ളിക്കുക എന്നുള്ളതാണ് ടാസ്ക്, പക്ഷെ കൊള്ളും, അതായത് താൻ ഇന്ന് കൊല നടത്തുമെന്ന് തന്നെ പറഞ്ഞതനുസരിച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. പ്രധാനമായിട്ടും എന്തായിരുന്നു മോട്ടീവ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരണം. ഓക്കെ നിഖിൽ.